നിലമ്പൂരിൽ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിലമ്പൂർ ചന്തക്കുന്നിൽ വൈകിട്ട് 6 മണിക്ക് CPIM പോൾ ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, PK സൈനബ, TK ഹംസ, KT ജലീൽ, നാസ കൊളായി തുടങ്ങിയവർ സംസാരിക്കും. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിലമ്പൂരിൽ ഈ സമ്മേളനം നടക്കാൻ പോവുകയാണ്. CPIMന്റെ നേതൃത്വത്തിലുള്ള ഈ യോഗം, അതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ എന്തായിരിക്കും? പ്രിയ, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലായി നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾ, തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇതിലൊരു രാഷ്ട്രീയ വിശദീകരണമാണ് CPIM ഇന്ന് നടത്തുന്നത്. ഒരു മാസക്കാലമായി നിലമ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമോ ഒന്നും ജനങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ചന്തക്കുന്നിലാണ് പരിപാടി. അതിന് ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെയെല്ലാം തന്നെ അൻവർ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പലതരത്തിലുള്ള പ്രചാരണ പൊതുയോഗങ്ങളും കൺവെൻഷനുകളുമൊക്കെ തുടർച്ചയായി സംഘടിപ്പിച്ചു വരികയാണ്. അതിലെല്ലാം തന്നെ ആവർത്തിക്കുന്നത് ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ADGPയെ പുറത്താക്കണമെന്ന ആവശ്യം തുടർച്ചയായി ഉന്നയിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറം പരാമർശമെല്ലാം അതിൽ ഒരു വസ്തുതയുമില്ല എന്ന് ബോധ്യമായിട്ടും അത് തുടർച്ചയായി ഓരോ വേദികളിലും ആവർത്തിക്കുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ഒരു പൊതുയോഗം നടക്കുന്നത്. KT ജലീൽ MLA, PK സൈനബ, TK ഹംസ, നാസർ കൊളായി തുടങ്ങി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ വേദിയിൽ പങ്കുചേരുന്നുണ്ട്. ചന്തക്കുന്നിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നിലമ്പൂരിൽ പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 8 വർഷത്തോളമായി PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു നീക്കം അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ പോലും അമ്പരപ്പിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് CPIM ഒരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. പ്രിയ, സ്വാലിക, ഇന്നത്തെ യോഗത്തിന്റെ പ്രാധാന്യവും അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതിനെതിരെയൊക്കെയുള്ള ഒരു ആയുധം, അത് മാത്രമല്ല വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് CPIM ഇന്ന് ഈ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയൊരു പങ്കാളിത്തം ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും വലിയ ജനപങ്കാളിത്തം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവർ ഉയർത്തിയ വിഷയങ്ങളോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ച് ഹിന്ദുവിൽ വന്ന ലേഖനം, മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം, അതിന് ഹിന്ദു ദിനപത്രം തന്നെ മാപ്പ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയിട്ടും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ, മലപ്പുറത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഇത് ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഇതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകരോട് ഒരു വിശദീകരണം, ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടൊക്കെ നിലനിൽക്കുന്ന ദിവസം കൂടിയാണ്. നിലമ്പൂരിലെല്ലാം ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ പോലും വലിയ പന്തലും സൗകര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മഞ്ചേരിയിലായിരുന്നു PV അൻവറിൻ്റെ കൺവെൻഷൻ നടന്നിരുന്നത്, നയപ്രഖ്യാപന കൺവെൻഷൻ നടന്നിരുന്നത്. ഗൂഡല്ലൂരിൽ നിന്നുൾപ്പെടെ ആളുകളെ കൊണ്ടുവന്നാണ് വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. DMK എല്ലാം തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി അൻവർ നേരിട്ടിരുന്നു. അത് സ്വാഭാവികമായും ഇന്നലത്തെയൊക്കെ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ വീണ്ടും അതേ വേദിയിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിനെല്ലാം കൃത്യമായ മറുപടി CPIM നേതാക്കളിൽ നിന്ന് ഇന്ന് ഉണ്ടായേക്കും. പ്രിയ, ശരി സ്വാലിക, നിലമ്പൂരിൽ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നടക്കാൻ പോകുന്നു. വൈകിട്ടാണ് യോഗം നടക്കുന്നത്. 6 മണിക്ക് CPIM പോൾ ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. അതിന്റെ വിശദാംശങ്ങളാണ് സ്വാലിക നൽകിയത്.